ഒത്തിരി ഒരുപാട് നാളത്തെ ഒരുപാട് വർഷത്തെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനും ആളും ഞങ്ങൾ രണ്ടുപേരും മാൾട്ടയിലാണ്. ഞാൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും പാരൻസ് വർക്ക് ചെയ്യുന്നത് ഒരേ സ്ഥലത്താണ്. അന്നൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനൊരു ലൈഫിലോട്ട് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ കാണലും സംസാരിക്കലും ഒക്കെ. അന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സീതാ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഇപ്പം വെഡ്ഡിങ് വീഡിയോയിലാണേലും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയ ഒരൊറ്റ മൊമെൻ്റാണ് എനിക്ക് എൻ്റെ കയ്യിലേക്ക് ഉണ്ണിയുടെ കൈ അമ്മ വെച്ച് തരുന്ന ആ ഒരു മൊമെൻറ്റ്. അമ്മയാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ വെഡ്ഡിങ് വീഡിയോ കിട്ടുന്നേക്ക് മുന്നേ ഒരുപാട് തവണ എൻ്റെ അടുത്ത് ചോദിച്ചു ആ ഒരു ഷോട്ട് ഉണ്ടോ എന്ന്. അന്ന് വെഡ്ഡിങ് ഷൂട്ട് കഴിഞ്ഞിട്ട് അന്ന് നമ്മുടെ അടുത്ത് ക്യാമറാമാൻ വീഡിയോഗ്രാഫേഴ്സൊക്കെ പറഞ്ഞു അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് വീഡിയോ കിട്ടിയില്ല. ശരിക്കും ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ. അതായത് മണ്ഡപത്തിന് മുകളിൽ നമുക്ക് 7 പേർക്ക് കയറാൻ പറ്റുള്ളൂ. ആ 7 പേരിൽ കൂടുതൽ അന്ന് താലികെട്ടിൻ്റെ സമയത്ത് കയറി നിന്നു. അപ്പം ഹൈഡായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോട്ട് കിട്ടിയില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ വെഡിങ് വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തുണ്ട് ആ ഒരു ഷോട്ട്. ഒത്തിരി അടുത്തുനിന്ന് പക്ഷെ എന്തായാലും അവർക്ക് പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട്, അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഷോട്ട് അമ്മ എപ്പോഴും ചോദിക്കായിരുന്നു എനിക്ക്, പക്ഷേ ഞാൻ കൈ പിടിച്ച് തരുന്ന വീഡിയോ ഉണ്ട് അതിൻ്റെ കൂടെ. പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഉണ്ട് അമ്മേ, ആ വീഡിയോ കിട്ടിയിട്ടില്ല, വീഡിയോ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഷോട്ട് ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. ഞാനല്ല, അമ്മ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയമായിരുന്നു അത്. അങ്ങനെ കുറച്ച് ചെറിയ ഇമോഷണൽ മൊമെൻറ്റ്സാണ് നമുക്ക് ഭയങ്കര ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുന്നത്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കാം. എനിക്ക് കല്യാണം കഴിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ആഗ്രഹമുള്ള പോലെ എനിക്ക് നടത്താൻ പറ്റുന്ന കുറച്ച് ഫങ്ഷൻസൊക്കെ നടത്തിയാണ് എനിക്ക് എൻ്റെ കല്യാണം അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാമായിരുന്നു. വലിയ രീതിയിലൊന്നും ഒരു പരിപാടിയും നടത്തിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആ ഫങ്ഷനെല്ലാം സെറ്റാക്കി കൊണ്ടുപോയി എന്നാണ് വിശ്വാസം. അതെ, 5 ദിവസത്തെ കല്യാണം എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഇതായിരുന്നു. എല്ലാരും ചോദിച്ചു 5 ദിവസത്തെ കല്യാണോ, ഒത്തിരി എക്സ്പെൻസീവ് ആണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ അടിപൊളിയാക്കി കൊണ്ടുപോയി. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചതിൽ പലതും നടന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു 10 ഡേയ്സിനുള്ളിൽ ഒരു ബ്രൈഡിനും ഗ്രൂമിനും സെറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ സെറ്റ് ചെയ്തു. ആ ഒരു കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു 10 ദിവസം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് വരെ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ആഗ്രഹിച്ച് പോയതുപോലെ ചെയ്യാൻ പറ്റും, അതിൻ്റെ പകുതി ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. എങ്കിലും സാറ്റിസ്ഫൈഡ് ആണ്. അതെ, അദ്ദേഹം ഒരുപാട് നാളത്തെ നമ്മുടെ കണക്കൂട്ടലുകളും അതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു. അവർക്കൊരു ബർഡനും കൊടുക്കരുത് എന്ന് അത് നമ്മൾ കല്യാണത്തിന്റെ കാര്യം ഡിസൈഡ് ചെയ്ത് അന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കരുത്, ഫിനാൻഷ്യലി അവരെ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നായിരുന്നു ആഗ്രഹം. അതെന്തായാലും സാധിച്ചു.
വേഗം പോയി പെട്ടെന്ന് ചടപടേന്നൊരു കല്യാണം കഴിച്ചിട്ട് വന്നു. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ അതെ കല്യാണ വിശേഷം. അതെ കല്യാണ വിശേഷങ്ങൾ ഒരു ഓടിപ്പിടിച്ചുള്ള വെഡിങ് ജേണിയാണ്. എങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഓർക്കുമ്പോ ഈശ്വര ഇത്രയും കാര്യങ്ങൾ നമ്മള് ചെയ്തോന്ന് ഓർത്ത് അതെങ്ങനെ. അതെ ഗുരുവായൂരപ്പൻ എന്തായാലും ഒരുപാട് വിഷമിപ്പിക്കാതെ ഒരുപാട് കഷ്ടപ്പെടുത്താതെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നു. അതൊക്കെയാണ് അപ്പം ഞങ്ങളുടെ അതെ ഒരു വെഡിങ് ജേർണി. ഇനിയും തുടർന്ന് വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം, അറിയില്ല. അപ്പോൾ സീ യു ഗൈസ്, ബൈ.